Middle Eastern and Indian influences in the SYRIAC chant repertory of Syro-Malabar Church. An analytical study of an open-ended music system in South India by Dr. Joseph J. Palackal, CMI. Part 8. Do not be ashamed to acknowledge the SYRIAC heritage. The SYRIAC chant repertory of the Syro-Malabar Church is not just a collection of chants, but a music system that consists of different genres of poetry, melodic and rhythmic structures, and performance practices. വെറുതെ ഒരു ചുമ്മാ കുറേ മെലഡികളല്ല, ചത്തവരുടെ പാട്ടല്ല, ഇതൊരു മ്യൂസിക് സിസ്റ്റമാണ്. അതിനകത്ത് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒത്തിരി 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 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. It is a received tradition that went through several stages of evolution during the last few centuries. It is an open-ended system that is available to the present and future generations to improve upon. It is an open-ended system. Look, Kandichalailakke kandille. Our forefathers just improvised on it. Muhammadian kandille. They found a melody that fully expresses the grandeur of my faith, proclamation of my faith. So it's an open-ended system, and that is available to you for the future generation to improve upon. Songs have individual histories that are connected to people and places. Think of the SYRIAC heritage not as an exclusive patrimony of the SYRIAC churches, but as an essential component of the cultural fabric of Kerala and India. For that reason, extend the conversation to political circles. Okay, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുറിയാനി പാട്ടെന്ന് പറയുന്നത്, സുറിയാനി ഭാഷയും പാട്ടും നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, അത് കേരളത്തിൻ്റെ തറവാട്ട് സ്വത്താണ്. 2000 വർഷം ഇവിടെ ഇത് നിന്ന് ഈ മണ്ണിൽ വെറുതെ വന്ന് അത് അലമാരിയിൽ പൂട്ടി വയ്ക്കുകയായിരുന്നില്ല. ഈ മണ്ണിൽ അത് കിളിർത്ത് തളിർത്ത് പൂവണിഞ്ഞു. ഇന്നും അത് പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ റെക്കോർഡിങ് നടന്നിട്ട് 6 മാസമായിട്ടില്ല. അപ്പോൾ ഇത് കേരളത്തിൻ്റെ തറവാട്ട് സ്വത്താണ്. അല്ലാതെ ഇത് ഞങ്ങളുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ തിരുമലബാറുകാർക്ക് മാത്രമേ ഉള്ളൂ, ഇത് ഞങ്ങളുടെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ദിസ് ഇസ് പാർട്ട് ഓഫ് കേരള. ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെന്നിന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൽ പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന പുസ്തകം തെന്നിന്ത്യൻ സംഗീതം രവീന്ദ്രനാഥിൻ്റെ ഒരു പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടെന്നേ അറിയില്ല, ക്രിസ്ത്യാനികൾക്ക് പാട്ടുണ്ടെന്നേ അറിയില്ല. ഒരു മെൻഷൻ കേരളത്തിലെ ക്രൈസ്തവരുടെ ഇത്ര പ്രാഭവമേറിയ വൈവിധ്യமான സംഗീത പദ്ധതി ഇത് ഇന്നലെ ഉണ്ടായതല്ലോ, ഇവിടെ ഉണ്ടായിട്ട്. പക്ഷേ അത് പുസ്തകം എഴുതിയ ആളിന് ഇത് സ്പർശിച്ചിട്ടില്ല. അദ്ദേഹം വിചാരിക്കുന്നത് ഇത് കുറേ സുറിയാനി ക്രിസ്ത്യാനികൾ ചുമ്മാ അവരുടെ പള്ളിയിൽ പാടുന്ന പോലാണ്. അതങ്ങ് എഴുതി അങ്ങ് തള്ളി. ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ ഇത് സുറിയാനി ക്രിസ്ത്യാനികളുടെ സുറിയാനി പാട്ടുകളെപ്പറ്റി ഒരു അധ്യായമില്ലെങ്കിൽ ഒരു ഫുട് നോട്ടെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഭാവന. ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നടക്കുമെന്നറിയില്ല, കാരണം ഇവിടെ കേരളീയരെ കൺവിൻസ് ചെയ്യാൻ വളരെ വിഷമമാണ്. പക്ഷേ ഐ സക്സീഡ് ഇൻ there is an encyclopedia of New Grove musicians Macmillan, ഇപ്പോൾ അത് ഔട്ട് ഓഫ് പ്രിൻ്റാണ്. അവരുടെ ഇന്ത്യയെ പറ്റിയുള്ള എൻട്രിയിൽ ഇതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി എന്നൊരു വാക്കില്ല, ക്രിസ്ത്യൻ മ്യൂസിക്കില്ല. എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ആ സെക്ഷൻ കുറിച്ചത് പുതിയ എഡീഷനിൽ, എക്സിസ്റ്റിംഗ് എഡീഷനിൽ there is a section on Christian music in India. Great. I feel proud of it. I was instrumental in bringing that thought into an encyclopedia. എല്ലാവരും ലൈബ്രറിയിൽ പോയി, എല്ലാ മ്യൂസിക് സ്റ്റുഡൻറ്റും പോയി വായിക്കുന്ന ബൈബിളാണ് ഈ ന്യൂ ഗ്രോവ് ഡിക്ഷണറി ഓഫ് മ്യൂസിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിനകത്ത് ക്രിസ്ത്യാനിറ്റിയെ പറ്റി എൻട്രിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, യു ഷുഡ് ടേക്ക് ദിസ് കോൺവെർസേഷൻ ടു യുവർ ഫാമിലീസ് ആൻഡ് ടു ദ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ഇത് കേരളത്തിൻ്റെതാണ്. ഞാനും നിങ്ങളും ചുമ്മാ ഇങ്ങനെ ഇവിടെ ഒരു മതം പ്രാക്ടീസ് ചെയ്യുന്നത്, നമ്മൾ കേരളത്തിൻ്റെ സാംസ്കാരിക കൾച്ചറൽ ഫാബ്രിക്കിൻ്റെ അവശ്യ ഘടകമാണ് എന്ന് പറഞ്ഞ് ഈ കോൺവെർസേഷൻ മുന്നോട്ട് പോകണം. സോ ഫൈനൽ, where do we go from here? 1. Be proud to own the SYRIAC heritage of the Syro-Malabar Church. ഞാനിപ്പോൾ നമ്മുടെ കാര്യം പറയുന്നുള്ളൂ.
ഓർത്തഡോക്സുകാരുടെ 8 നിറത്തെ പറ്റിയോ അവരുടെ ഇതിനെപ്പറ്റിയോ ഒന്നും പറഞ്ഞില്ല. അവിടെ കയറി കഴിഞ്ഞത് വേറൊരു ലോകമാണ്, ഭയങ്കര ലോകം. ഞാൻ ഈ 8 നിറത്തെ പറ്റി ഒരു ലേഖനം എഴുതാൻ വേണ്ടി, ഒരു ചാപ്റ്റർ ഡിസ്കഷൻ എഴുതാൻ വേണ്ടി കുറേ പണിപ്പോഴും അതേപ്പറ്റി ഞാൻ മിണ്ടുന്നേ ഇല്ല. അപ്പോൾ അതിന് 3 ദിവസം വേണം. സോ ബി പ്രൗഡ് ടു ഓൺ ദ സിറിയക് ഹെറിറ്റേജ് ഓഫ് ദ സീറോ മലബാർ ചർച്ച്. എൻ്റെയും നിങ്ങളെ ഡു നോട്ട് ബി അഷെയിംഡ് to acknowledge the SYRIAC heritage, a part of who we are. ഇതെൻ്റെയാണ്. അതിൽ നാണം വിചാരിക്കരുത്. സുറിയാൻ്റെ പാട്ട് പാടാനോ സുറിയാനെ പറ്റി പറയാനോ നാണം വിചാരിക്കരുത്. 3. Join the conversation and spread the word around through social media platforms. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഇതേപ്പറ്റിയുള്ള സംഭാഷണത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ മ്യൂസിക്കോളജിക്കൽ സൊസൈറ്റി അതിന് വേണ്ടിയിട്ടാണ്, അരമൈക് പ്രോജക്റ്റ് അതിന് വേണ്ടി തുടങ്ങി. കോൺവെർസേഷൻ അബൌട്ട് അരമൈക് പ്രോജക്റ്റിലെ വീഡിയോസ് നല്ലൊരു ശതമാനം ആൾക്കാർ അമേരിക്കയിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു സർപ്രൈസ്, ഹൗ കം ഇൻ ഇന്ത്യ, ഹൗ കം ദീസ് നൺസ് ആർ സിംഗിങ് ഇൻ സിറിയക്? അവർക്കതൊരു സർപ്രൈസാണ്. സോ ദ കോൺവെർസേഷൻ ഇവോൾവ്സ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചുമ്മാ ഇന്നലെ മദർ തെരേസക്ക് കഞ്ഞി കൊടുത്ത് ഓർഫനേജിൽ നിന്ന് വന്നവരല്ല. and ഇവരെല്ലാവരും ചോദിക്കും, മണിയാടത്തോട് ചോദിച്ചു കാണും യൂറോപ്പിൽ, വാസ് യുവർ ഫാദർ എ ക്രിസ്ത്യൻ? നിങ്ങൾ അപ്പനാണോ മാംസം മുങ്ങിയത് എന്ന് ഒരു വിഷമമില്ലാതെ, ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ ചോദിച്ചോളായി, വാസ് യുവർ ഫാദർ എ ക്രിസ്ത്യൻ? അത്രയും അറിവ് അവിടെയുള്ളൂ. സോ വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു സ്പ്രെഡ് ദിസ് കോൺവെർസേഷൻ ത്രൂ സോഷ്യൽ മീഡിയ. Next, encourage family members and close friends to subscribe to our YouTube channel. അതെൻ്റെ ഒരു പ്രൈവറ്റ് കാര്യമാണ്. കാരണം നിങ്ങളിവിടെ കുറേ പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ സെൽഫോണെല്ലാം പിടിച്ച് നിർത്തി ഇത് സബ്സ്ക്രൈബ് ചെയ്തേ ഉള്ളൂ പറഞ്ഞ് 2 ഇട്ടി കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. Educate our family members and close friends about the SYRIAC heritage. നമ്മുടെ പഠിപ്പിക്കൽ തുടങ്ങേണ്ട നമ്മുടെ കൂട്ടുകാരുടെക്കും ഫാമിലി മെമ്പേഴ്സിനോടേക്കും പറയണം. വീട്ടിൽ ഒരു ചെറിയ മണിയാട്ടത്തിൻ്റെ മെലഡിയോ ഒന്ന് പാടാനോ ചൊല്ലാനോ നാണിക്കണ്ട, ചുമ്മാ അങ്ങ് ചെയ്തോളൂ. അവരുടെ വീട്ടിൽ ഭാഗ്യത്തിന് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ കൊന്ത ചെല്ലുമ്പോൾ ഇവർ സഹിക്കും. അത് ഞാനായതുകൊണ്ട് അവർക്ക് സഹിക്കും. എനിക്ക് സ്വർഗസ്നാഥ ചൊല്ലി കഴിഞ്ഞിട്ട് ഞാൻ സ്ലാബിലേക്ക് മറിയുമ്പോൾ ദിവസം അത് സുറിയാനായിട്ട് ചെല്ലും, നന്ദി പറഞ്ഞ പറയുമ്പോൾ അവർ അതിൻ്റെ റിപ്ലൈ ചൊല്ലിക്കോളും. ഇപ്പം ഞാനായതുകൊണ്ട് ഇവർക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തു. പക്ഷെ നമ്മുടെ ബ്രദേഴ്സിൻ്റെ വീട്ടിൽ നമുക്കതൊക്കെ വേണ്ടി ചുമ്മാ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ലെറ്റ് ദി സൗണ്ട് സ്പ്രെഡ് ഇൻ ദി എയർ. Incorporate simple SYRIAC chants into family prayer. ഈ സഭീനലാ കന്ദീശാലാഹ സൈതീനന്മാരിനെ പറ്റി ഞാൻ പറഞ്ഞില്ല, ഇനി അത് പറയാൻ നേരില്ല. ഇവിടെ സൈതന്മാർ അറിയാവുന്ന എത്ര പേരുണ്ട്? കൈപൊക്കെ ഇവിടെ പാടുന്നുണ്ടോ? ഗ്രേറ്റ്. അല്ല, അധികം പേര് കൈപൊക്കിയില്ല. അത് പോരായിരുന്നു. സഹദീനന്മാരും നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. അത് നാം സൺഡേ സ്കൂളിലെ പ്രാർത്ഥന, സൺഡേ സ്കൂൾ തുടങ്ങുമ്പോഴോ അവസാനിക്കുമ്പോഴോ പാടേണ്ട പാട്ടാണത്. കാറ്റക്കിസിന് ഉപയോഗിക്കാൻ ഡോക്ട്രൈനൽ ഫോർമേഷന് വേണ്ടിയിട്ട് സുറിയാനി പാട്ടുകൾ കൊച്ചു മാർവാലാഹ് സഹദീനന്മാർ സഭയിൽ ഇപ്പം നമ്മൾ പാടി ഇതൊക്കെ ഉപയോഗിക്കാം. യൂസ് SYRIAC ചാൻസ് ഫോർ ഡോക്ട്രൈനൽ ഫോർമേഷൻ. അറിയാതെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കാനുള്ള ഒരു കാര്യം പറയാം. നമുക്ക് ഈ ഞായറാഴ്ച ഈ 2 കുർബാന, ദീർഘമായ കുർബാന കഴിഞ്ഞിട്ട് ഈ 2 മണിക്കൂറുള്ള സൺഡേ സ്കൂൾ കാറ്റക്കിസം പരിപാടി അങ്ങ് നിർത്തിയാലോ? ഓക്കെ, അതിൻ്റെ മറുവശം കാറ്റഗറ്റിക്കൽ ഫോർമേഷൻ നടക്കേണ്ടത് എവിടെയാണ്? അതിൻ്റെ ഫോറം എവിടെയാണ്? ടെൽമി. കുർബാനയാണ്. കുർബാനയിൽ ലിറ്ററേച്ചർ വേർഡ് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ പാടുന്ന പാട്ടുകൾ തിയോളജിക്കൽ എക്സിജസിസ് ഓഫ് ദ റീഡിങ്സ് ആണ്. തുർഗാമ എന്ന് പറഞ്ഞൊരു ഭയങ്കര സാധനമുണ്ട് നമ്മുടെ ഇടയിൽ. തുർഗാമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മലയാളം വാക്കെന്താണ് തുർഗാമ? തർജ്ജമ. നമ്മൾ ആ വാക്ക് ഇങ്ങോട്ട് എടുത്തു, തർജ്ജമ. അപ്പം റീഡിങ്സിൻ്റെ തർജ്ജമയാണ്, എക്സിജസിസ് ആണ് ഈ തുർഗാമ. ഈ തുർഗാമയിലൂടെ പിന്നെ നമ്മുടെ കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സീസൺസിലൂടെ ഹിസ്റ്ററി ഓഫ് സാൽവേഷൻ ഭംഗിയായിട്ട് നമ്മളിങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. പിള്ളേർ ഇത് പള്ളിയിൽ പാട്ടുകളിലൂടെയും നമ്മുടെ സ്കീം, ആരാധകരുടെ സ്കീമിലൂടെയും പഠിപ്പിക്കുകയാണെങ്കിൽ, എഫ്രൈമിൻ്റെ കാലത്ത് കഥ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എഫ്രൈമിൻ്റെ കാലത്ത് പിന്നെ പ്രത്യേകം ഉണ്ടായിരുന്ന പാട്ടുകൾ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ കുർബാനയാണ്
മാത്രമാണ് കാറ്റക്കേസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. എനിക്കൊരു കൊച്ചു കാര്യം പറയാനുണ്ട് മണിയടച്ചനോടും എല്ലാവരോടും. ദേഷ്യപ്പെടില്ലെങ്കിൽ കുർബാന സേവനത്തിന് മുമ്പുള്ള അവർ ഫാദർ അത് സുറിയാനിയിൽ തന്നെ അങ്ങ് ചൊല്ലാൻ പറ്റിയായിരുന്നെങ്കിൽ, ചാൻറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ, ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് വി ക്യാൻ ഗിവ് ടു ജീസസ്. ആ ഗുരുമുഖത്ത് നിന്ന് വന്ന വാക്കുകൾ 99% of words in the Our Father is from the original text. 99%. Sebastian Brock in the interview, 99% of this text is from pronunciation. Of course, pronunciation is different. But 99% വാക്കുകൾ ഈശോയുടെ മുഖത്ത് നിന്ന് വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് പാടാനുള്ള പ്രിവിലേജ് ഉണ്ടായിട്ട് നമ്മൾ എന്തിനാ അത് വിട്ടുകളയുന്നത്? That is so precious, so very precious. യൂസ് ദറ്റ് പ്രിവിലേജ്. അപ്പോൾ അത് നമ്മൾ ലിറ്ററേച്ചറിയിലേക്ക് വരുത്താൻ പറ്റുകയാണെങ്കിൽ ഇത് ഞാനിങ്ങനെ പറയുന്നത് ബിഷപ്സിന് ഇത് സാധിക്കില്ല. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വേണം ഇതിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വരാൻ. നമ്മുടെ വീട്ടിൽ ഇത് ഉപയോഗിച്ച് വേർത്ത് ഉപയോഗിച്ച് അങ്ങനെ വന്നു കഴിയുമ്പോൾ ബിഷപ്സ് സമ്മതിക്കും. സോ ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം എ ഗ്രാസ് റൂട്ട് ലെവൽ മൂവ്മെൻറ്റ്. അപ്പോൾ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് എവിടെയെങ്കിലും ചെയ്ത് കാണണം എന്നെനിക്ക് താല്പര്യമുണ്ട്. കുർബാന കൈക്കൊള്ളുന്നതിന് മുമ്പുള്ള അവർ ഫാദർ അവൻ ദസ്മയ നസ്കൻ ദസ്മ ചുമ്മാ അങ്ങ് ചൊല്ലിയാൽ മതി, ചാൻറ്റ് ചെയ്യണമെന്ന് പോലുമില്ല. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എൻ്റെ ശവസംസ്കാരത്തിന് എത്താപ്പോസിലേക്ക് പാടണ്ട. ഐ വിൽ ബി ഹാപ്പി. സോ ബ്രദേഴ്സ്, എൻ്റെ കൊച്ചു സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് ഈ അവസരം തന്നതിന് ഐ എം സോ ഇൻഡറ്റഡ് ടു യു. താങ്ക് യു സോ മച്ച്. ചോദ്യങ്ങൾ ചോദിക്കും. Thank you, Father Joseph. I would like to welcome in a special way also Kuriyachan. He is the brother of Father Joseph Palackal. Then Kuriyachan's son is here, Joseph. Yeah, that one. There, his son. So the family is here, Palackal family. All are immersed in SYRIAC tradition. So